മാനവ സൗഹാർദ്ദം വിളിച്ചോതിയായിരുന്നു ബാലരാമപുരം സെബസ്ത്യാനോസ് ചർച്ചിലെ തിരുനാളിന് തുടക്കം കുറിച്ചത്. ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിയായിരുന്നു കൊടിയേറ്റ്. ഒരു നാടിന് തന്നെ മാതൃകയായി മാറുകയാണ് ബാലരാമപുരം സെബസ്ത്യാനോസ് ചർച്ചിലെ മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ ഈ പ്രതീകം. സൗഹാർദ്ദത്തിൻ്റെ വഴി തെളിച്ച് ബാലരാമപുരം വിശുദ്ധ സെബസ്ത്യാനോസ് ഫെറോന തീർത്ഥാടന ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. മതസൗഹാർദ്ദവും ജീവകാരുണ്യ പ്രവർത്തനവും കൂട്ടിയിണക്കി തിരുനാളാഘോഷം മാനവികതയുടെ മാതൃക സൃഷ്ടിക്കുകയാണ് ദേവാലയ കമ്മിറ്റി. ആദ്യകാലം മുതലേ മനുഷ്യൻ എപ്പോഴും സമാധാന കാംക്ഷിയാണ്. പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ ഏതു മേഖല എടുത്താലും അവൻ ഏതൊക്കെ മേഖലയിൽ ഉൾപ്പെടുന്നോ അവരെല്ലാം കാംക്ഷിക്കുന്നത് ഈ സമാധാനം തന്നെയാണ്. ഏറെ പ്രത്യേകിച്ച് ആധുനിക കാലത്ത് മനുഷ്യൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ അവൻ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നും അവനും ആഗ്രഹിക്കുക സമാധാനം തന്നെയാണ്. ഇന്ന് പലപ്പോഴും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഒരു മതസൗഹാർദ്ദം ഉണ്ടാവുക എന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. ഇന്നേ ദിവസം ഒരു മതസൗഹാർദ്ദം വയ്ക്കപ്പെടുമ്പോൾ അതിലൂടെ നാം ഉന്നം വയ്ക്കുന്നതും ഇതുതന്നെയാണ്. ഒരുവൻ വിധിക്കപ്പെടേണ്ടത് അവൻ്റെ മതം നോക്കിയോ വർണ്ണം നോക്കിയോ വർഗം നോക്കിയോ അല്ല, മറിച്ച് മനുഷ്യത്വമായിരിക്കണം ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഈ സ്നേഹസന്ധ്യയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും പടരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിലായിരിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പലരുമൊക്കെ പല ഇടങ്ങളിലും കാണാറുണ്ടെങ്കിൽ തന്നെയും നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കുക എന്നുള്ളതാണ്. അതും ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യമാണ്. തിരുനാളിന് നാന്ദി കുറിച്ചുകൊണ്ട് കൊടിയേറിയതോടെ പരിസര പ്രദേശത്തെ നിർധനരായ ധാരാളം കിടപ്പ് രോഗികൾക്കുൾപ്പെടെ ചികിത്സാ ധനസഹായം നടത്തി കമ്മിറ്റി ഭാരവാഹികൾ ആശ്വാസം പകരുകയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ അർഹരായ അശരണരെ കണ്ടെത്തിയാണ് ആതുര സേവന പ്രവർത്തനം നടത്തിവരുന്നത്. സഹോദര മതവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള ഈ 10 ദിവസത്തെ യാത്ര വിശ്വാസികളായ നമുക്ക് വിശ്വാസത്തെ ഉയർത്തുവാനുള്ള ഒരു ചവിട്ടുപടിയാണ്. ഒപ്പം പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നോട്ട് പോകുവാനായി തിരുസഭ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തിരുനാൾ നമുക്ക് പങ്കുവയ്ക്കപ്പെടുന്നതും ഈ ഒരു ആശയം തന്നെയാണ്. തിരുനാളിൻ്റെ 10 ദിവസങ്ങളിലുമുള്ള ഏകദേശം 20ഓളം കാരുണ്യ പ്രവൃത്തികൾ അതിനൊരു മകുടോദാഹരണമാണ്. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ തിരുനാൾ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറെ ഹൃദ്യമായി നേർന്നുകൊള്ളുന്നു.